പെറ്റൂണിയ ചെടിയുടെ പൂവ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് മുളയ്ക്കാൻ പാടാണ്. അതുപോലെ തന്നെ അത് പിടിപ്പിച്ചെടുക്കാൻ പാടാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ വിത്ത് കിട്ടാനും തൈ കിട്ടാനും പാടാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് 3 പെറ്റൂണിയ നഴ്സറികളാണ്. ഒന്നാമത്തത് ബൈ ആൻഡ് ഫാം എന്ന ഗാർഡൻ, അതായത് നഴ്സറി, അത് മണ്ണൂത്തി ചെറുക്കേക്കോട് റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഹോം ഗാർഡൻ എന്ന് പറയുന്നത് അരൂർ അടുത്തുള്ള ഒരു വീട്ടമ്മ ചെയ്യുന്ന ദിവ്യ എന്ന വീട്ടമ്മ ചെയ്യുന്ന ഒരു ഹോം ഗാർഡനാണ്. മൂന്നാമത്തേത് മാവേലിക്കര അടുത്തുള്ള ഒരു ഹോം ഗാർഡനാണ്. ഇതിൻ്റെ ആദ്യത്തെ 2 നഴ്സറിയുടെയും നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. മൂന്നാമത്തെ നഴ്സറി ഇപ്പോൾ അവിടെ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്പറും ചേർക്കുന്നില്ല. തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള കാവുങ്കൽ അഗ്രോടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള ബൈ ആൻഡ് ഫാം നഴ്സറിയാണിത്. മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങി ചെറുക്കേക്കോടക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റൂണിയയുടെ സീസണാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ പെറ്റൂണിയ. അതിൽ നമ്മുടെ ഇവിടെ 10ലധികം വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡബിൾ പെറ്റലുണ്ട്, സിംഗിൾ പെറ്റലുണ്ട്. ഡബിൾ പെറ്റല് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു റോസാപ്പൂ നിൽക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. അതും ഒരു 4-5 കളറുകളിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിന്റെ വലിയ പോട്ടുകളും നമുക്ക് ഇവിടെ കിട്ടും, ചെറിയ പോട്ടുകളും കിട്ടും. ഇത് മഴക്കാലത്താണ് ഇതിന്റെ പ്രശ്നം വരുന്നില്ല, മഴ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അല്ലേ? മഴയത്ത് ഇത് അധികം നനവ് പാടില്ല. ഇതിനെ പരിചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല നീർവാർച്ചയുള്ള പോട്ടിലാണ് വെക്കാൻ പാടുള്ളൂ. നനവ് കൂടാനും പാടില്ല, നനവ് കുറയാനും പാടില്ല. ഇതെല്ലാം ഇപ്പൊ ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത്. ഇതില് ഹാങ്ങിങ് പെറ്റൂണിയും ഉണ്ട്. ഇതെല്ലാം ഡബിൾ പെറ്റൽ, മൾട്ടി പെറ്റലാണ്. മൾട്ടി പെറ്റലാണ്. ഹാങ്ങിങ് പെറ്റൂണിയാണ് ഈസി വേവ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം ബ്രാഞ്ചസ് ഇതിനുണ്ടായിരിക്കും. ചെറിയ ചെറിയ പൂക്കള് അപ്പഴേ ഉണ്ടാവും. ഇത് ഹൈബ്രിഡ് തന്നെയാണ് അല്ലേ? ഹൈബ്രിഡ് തന്നെയാണ്. ഇതിന്റെ ചെറിയ തൈകൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ? ചെറിയ തൈകളും കിട്ടും. ഇതേപോലെ വലുതാക്കി ഫ്ലവേഴ്സ് ആയ തൈകളും നമ്മളിവിടെ കൊടുക്കും. ഇത് പ്ലാറ്റിക്കോഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ 3 കളറിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 3 കളറുകൾ അവൈലബിൾ ആണ്. ഒന്ന് വൈറ്റ്, ക്രീം വൈറ്റ് അല്ലേ? ക്രീം വൈറ്റ്, പിന്നെ ഒരു വയലറ്റ് പോലൊരു കളറും, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്. ഇതായി വരുന്നുണ്ടല്ലേ? ഇതായി വരുന്നേ ഉള്ളൂ. ഇത് പൂക്കള് ഉണ്ടാവാറായി നിൽക്കുന്ന പെറ്റൂണിയകളാണത്. നമുക്ക് ഇത്ര അധികം നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതും പെറ്റൂണിയയില് പെട്ട ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണിത്. വളരെയധികം ഭംഗിയുള്ള ഒരു സിൽക്ക് ടൈപ്പ് അല്ലേ? നല്ല ഫിനിഷിംഗ്. പിന്നെ ഇതിന്റെ കളറ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പ്ലാന്റ്സും അതെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഡബിൾ പെറ്റലിന്റെ വേറെ ഷെയ്ഡുകളാണ്. വേറെ ഷെയ്ഡുകളാണ്. കുറച്ച് കളക്ഷൻ ഉണ്ടല്ലേ നമുക്ക്? കുറച്ചുണ്ട്. ഈ ഒരു ഷെയ്ഡ് സ്കാർലറ്റ് ആൻഡ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. ഇത് മൾട്ടി പെറ്റലാണ് അല്ലേ? മൾട്ടി പെറ്റലാണ്. ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ്. ഇതെല്ലാം ഹൈബ്രിഡ് ആണ് അല്ലേ? എല്ലാം ഹൈബ്രിഡ് ആണ്. എൻ്റെ പേര് ദിവ്യ. ആലപ്പുഴ ജില്ലയിൽ പാണാവള്ളി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇതെൻ്റെ പെറ്റൂണിയ പ്ലാന്റ്സ്. 5 വർഷക്കാലമായി ഞാൻ ഈ പെറ്റൂണിയ പ്ലാന്റ്സ് വളർത്തുന്നു. ഇതൊരു ഹോബി ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ ഒരു ചെറിയ വരുമാന മാർഗ്ഗമുണ്ട് നമുക്കിതിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെ സീഡ് നമ്മളെല്ലാ വർഷവും സ്റ്റോക്ക് ചെയ്ത് വെച്ച് നമ്മൾ അതിൽ നിന്നും പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സീഡ് നമ്മളെല്ലാ വർഷവും സ്റ്റോക്ക് ചെയ്ത് വെച്ച് നമ്മൾ അതിൽ നിന്നും പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പെറ്റൂണിയ പ്ലാന്റ്സിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ സീഡുകൾ നമ്മൾ ഓൺലൈനായിട്ട് അയക്കുന്നുണ്ട്. അതുപോലെ പ്ലാന്റ്സും റെഡിയാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹോം ഗാർഡൻ ആണ്, നഴ്സറി ഒന്നുമല്ല. ഒരു ഹോബി ആയിട്ട് തുടങ്ങി ഇപ്പോൾ എല്ലാത്തരം പ്ലാന്റ്സും നമ്മൾ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ്, ബൊഗെയിൻ വില്ലാസ്, അതുപോലെ ലോട്ടസ്, പെറ്റൂണിയാസ്, എല്ലാവിധ ഫ്ലവറിങ് പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ ചെടികൾ അയച്ചു കൊടുക്കും. അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. പെറ്റൂണിയ പ്ലാന്റ്സ് മഴക്കാലത്ത് നമുക്ക് അതിജീവിച്ച് കിട്ടാനായിട്ട്
ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പോളി ഹൗസ് ഉണ്ട്. ഞാൻ ഈ പ്ലാന്റ്സിനെയൊക്കെ മഴ സമയത്ത് അതിലേക്ക് മാറ്റും. ഇപ്പോൾ നമ്മുടെ ഈ മദർ പ്ലാന്റ്സ് ഒക്കെ സീഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ സീഡ് നമ്മൾ ഫ്രിഡ്ജിലാണ് കളക്ട് ചെയ്ത് വെക്കുന്നത്. ഈ പ്ലാന്റ്സ് മഴയുടെ ആ ടൈം ആകുമ്പോഴത്തേനും നമ്മളിവിടെ നിന്ന് മാറ്റി പോളി ഹൗസിലേക്ക് വെക്കും. ഇതിനൊട്ടും തന്നെ വെള്ളം വേണ്ട. വെള്ളം ഇല്ലയെന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഈ പ്ലാന്റ്സിന്. ചിലവർ ചെയ്യും 2 നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ പ്ലാന്റ്സ് പെട്ടെന്ന് ചീഞ്ഞു പോവും. അങ്ങനെയാണ് മിക്കവർക്കും പിടിക്കാതെ വരുന്നത്. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിംഗ് മിക്സ്ചറാണ് പെറ്റൂണിയ പ്ലാന്റ്സിന് വേണ്ടത്. അത് നമ്മൾ ചകിരിച്ചോറ് സാധാരണ ചേർക്കാറില്ല. ഒട്ടുമിക്കവരും ചകിരിച്ചോറ് വാരി അങ്ങോട്ട് ചേർക്കും. അതിൻ്റെ ആവശ്യമില്ല. ഈ വെള്ളം വാർന്നു പോകുന്ന മണൽ, അതുപോലെ ഇപ്പോൾ ഉമി കിട്ടും നഴ്സറികളിലൊക്കെ, ആ ഉമിയും കൂടെ ചേർത്ത് നമ്മളൊരു പോട്ടിംഗ് മിക്സ്ചർ റെഡിയാക്കി നടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി പിടിച്ച് കിട്ടും. എല്ലാവരും ചോദിക്കുന്നതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ കിളുത്ത് കിട്ടുന്നില്ല, അത് പറിച്ച് നടാൻ നേരമാകുമ്പോൾ എല്ലാം നശിച്ചു പോവുകയാണ്. അതൊക്കെ ഒട്ടുമിക്കവരുടെയും സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചകിരിച്ചോറും മണലും ചേർന്നുള്ള ഒരു പോട്ടിംഗ് മിക്സ്ചറിലാണ് വിത്ത് പാകുന്നത്. അത് ചെറിയ ട്രേ പോട്ട്സിൻ്റെ അകത്താണ് പാകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കിളുത്ത് ആ ഒരു ചെടി ഒരു പ്രായമാകുമ്പോഴത്തേനും നമുക്ക് പറിച്ച് വേറൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലാതെ ഒരു പരന്ന ഒരു പാത്രത്തിലാണെങ്കിലും നമുക്ക് വിതറിയിട്ട് സീഡ് മുളപ്പിച്ച് ഒരു പ്രായമാകുമ്പോഴത്തേനും മാറ്റി വേറൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെയും നമുക്ക് സീഡ് മുളപ്പിച്ചെടുക്കാം. പെറ്റൂണിയ പ്ലാന്റ്സിനുള്ള വേറൊരു സംശയമാണ് കമ്പൊടിച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടുമോ എന്നുള്ളത്. ഇതിൻ്റെ നാടൻ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് ഈ നേർത്ത കമ്പുകൾ, ഈ കാണുന്ന നേർത്ത കമ്പുകൾ നമുക്ക് ഒടിച്ച് കുത്തിക്കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും. അതേസമയം ഹൈബ്രിഡ് വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പുകൾ ഒടിച്ച് കുത്തിയാൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഈ ഡബിൾ പെറ്റലിൽ കാണുന്ന ഇതെല്ലാം നാടൻ വെറൈറ്റിയാണ്. ഈ ഒരു നാടൻ വെറൈറ്റി നമ്മൾ ഒടിച്ച് കുത്തിയാലും പെട്ടെന്ന് പിടിച്ച് കിട്ടും. അതേസമയം ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് സീഡ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ വിത്തിട്ട് നമ്മൾ പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഒരു സംശയം എന്ന് വെച്ചാൽ ഈ ഫ്ലവർ എത്ര നാൾ നിൽക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഫ്ലവർ ഒരാഴ്ചയെ കൂടുതൽ നിൽക്കും. ഇതിപ്പോൾ ഒരാഴ്ചയെ കൂടുതലായി ഫ്ലവർ ഇട്ട് നിൽക്കുന്നത്, ഒരാഴ്ചയെ കൂടുതൽ നിൽക്കും. പിന്നെ ഇപ്പോൾ അടുത്തത് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കണോണ്ട് ഫുൾ ടൈം നമുക്ക് ഫ്ലവർ കാണാൻ പറ്റും. ഇതിപ്പോൾ വാടിപ്പോയാലും നമ്മളങ്ങനെ അറിയില്ല. വാടിപ്പോയി ഫ്ലവർ ഇല്ല എന്നറിയത്തില്ല. ഇപ്പോൾ ഒരു മെച്യൂർ പ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുള്ള് ഫ്ലവർ ആയിരിക്കും. എപ്പോഴും നമുക്ക് ഫ്ലവർ കാണാൻ പറ്റുന്നുള്ളതാണ് ഈ പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത. കളക്ഷനിൽ പ്യുവർ നാടനായിട്ടുള്ളത് ഈ ഒരു പർപ്പിളാണ് നമ്മുടെ ഇടയ്ക്ക് ഉള്ളത്. ഇത് പക്ക നാടനാണ്. ഇതിൻ്റെ നേരത്തെ കമ്പുകൾ ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടി വേറെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ബാക്കി ഇരിക്കുന്ന എല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ക നാടൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സീഡ് ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിച്ച് ഒരു 5 വർഷത്തിന് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ്. ആ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ സീഡ് കളക്ട് ചെയ്ത് പ്ലാന്റ്സ് ആക്കി മാറ്റുന്നതാണ്. എന്നാലും ഇതിൽ 1-2 വെറൈറ്റീസൊക്കെ നമുക്ക് കമ്പ് മുറിച്ച് നടാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ ബ്ലൂ വെറൈറ്റി, ഈ ഒരു പർപ്പിൾ കളറ്, അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മൾ കമ്പ് നേരത്തെ കമ്പ് നട്ടാലും ചെടിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. പെറ്റൂണിയ പ്ലാന്റ്സിൽ വരുന്ന വേറൊരു സംശയമാണ് വളപ്രയോഗം എന്താണെന്നുള്ളത്. വളപ്രയോഗം എന്ന് വെച്ചാൽ നമ്മൾ പോട്ടി മിക്സ്ചർ റെഡിയാക്കുമ്പോൾ ചാണകപ്പൊടി ചേർക്കും എന്നല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതുപോലെ മെച്യൂർ പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ മറ്റേ ഫെർട്ടിലൈസറായിട്ട് NPK 19-19-19 അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ പെറ്റൂണിയ പ്ലാന്റ്സിന് സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ പോട്ടിംഗ് മിക്സ്ചറിൽ റെഡിയാക്കുന്ന ആ ഒരു വളപ്രയോഗം തന്നെ ധാരാളമാണ്. NPK സ്പ്രേ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഈ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ഫ്ലവറിൽ വീഴാത്ത വിധത്തിൽ നമ്മൾ ലീഫിലാണ് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാകാനായിട്ട് NPK നല്ലതാണ്. അത് പെറ്റൂണിയയ്ക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും നമ്മൾ NPK ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണുന്നത് എൻ്റെ ഒരു ട്രീ ഹൗസാണേ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീട് പണിയുമ്പോൾ ഒരു ട്രീ ഹൗസ് വേണമെന്നുള്ളത്. അതിപ്പോൾ നമ്മൾ കാർ പോർച്ച് പണിതപ്പോൾ മേളിലുള്ള സ്പേസ് വെറുതെ കിടന്നപ്പോഴത്തേനും ഒരു ഐഡിയ തോന്നിയതാണ് ഒരു ട്രീ ഹൗസ് റെഡിയാക്കണം എന്നുള്ളത്. ആ ആഗ്രഹം എന്താണേലും സഫലമായിട്ടുണ്ട്.
ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലെ കല്ലുമല എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഹോം ഗാർഡനാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഗാർഡനിൽ പ്രധാനമായിട്ടും ഗ്രൗണ്ട് ഓർക്കിഡാണ് നമ്മൾ പണ്ടേ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഇഷ്ടം കൊണ്ട് ബോഗൺവില്ല, അതായത് പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് ബോഗൺവില്ല ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സെയിലൊന്നും തുടങ്ങിയിട്ടില്ല, നെക്സ്റ്റ് ഇയർ നമ്മൾ സെയിലൊക്കെ തുടങ്ങുന്നതായിരിക്കും. പിന്നെ പെറ്റൂണിയ ഉണ്ട്, കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ വാട്ടർ ലില്ലി, താമര, ഇതൊക്കെയുണ്ട്. ഇത് നമ്മുടെ പെറ്റൂണിയ അല്ലേ? ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. നമ്മൾ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതെല്ലാം പിന്നെ സീസൺ ആകുമ്പോഴത്തേന് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇത് ഒരെണ്ണം വാങ്ങിച്ചതാണ്, അതിൽ നിന്ന് ഒരുപാടെണ്ണം ഞാൻ സെയിൽ ചെയ്യുകയും ചെയ്തു. ഈ വെറൈറ്റി അങ്ങനെ ഞാൻ ആക്കിയെടുത്തതാണിത്. ഇത് നാടനാണോ? ഇത് നാടനാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നെ തണ്ട് എത്തു വെച്ചാൽ കിളിക്കും. നാടനാണ്, എത്തു വെച്ചാൽ കിളിക്കുന്നതല്ലോ. വിത്ത് ഇതിനില്ല. ഹൈബ്രിഡിനാണ് വിത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിന്റെ തൈ സെയിലിനുണ്ടോ? സെയിലിനുള്ളതെല്ലാം തീർന്നു. ഇപ്പം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ. ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് അവർക്ക് താല്പര്യം പിന്നീട് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, തീർച്ചയായിട്ടും കൊടുക്കാം. ഓൺലൈനിൽ അയച്ചു കൊടുക്കാം അല്ലേ? ഓൺലൈനിൽ അയച്ചു കൊടുക്കാം. ഈ വെറൈറ്റി അങ്ങനെ കണ്ടിട്ടില്ല അധികം അല്ലേ? നല്ല ഭംഗി. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതാണ്, അതിൽ നിന്ന് ഒരുപാട് ഉണ്ടാക്കിയെടുത്തത്. അല്ല, തണ്ട് പിടിക്കുന്നുണ്ട്. തണ്ട് പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ഹൈബ്രിഡ് ഇനമാണ്. നിറച്ച് പൂവുണ്ട്. അത് നമ്മള് പിന്നെ ഈ മണ്ട നുള്ളി ഇങ്ങനെ സെറ്റാക്കി എടുത്തതാണ് ഞാൻ. ഒരുപാട് പേരുണ്ട് പെറ്റൂണിയ ഒരുപാട് ഇഷ്ടമുള്ളത്. കാരണം ഇത് നമുക്ക് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഓവർ നനയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീത്തയായി. എന്റെ കുറെ അങ്ങനെ പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു വന്നിട്ട് ഇപ്പൊ റെഡിയായി. ഇത് നമ്മുടെ ഒരു ഹൈബ്രിഡ് ഇനമാണ്. നിറച്ച് പൂവുണ്ട്. അത് നമ്മള് പിന്നെ ഈ മണ്ട നുള്ളി ഇങ്ങനെ സെറ്റാക്കി എടുത്തതാണ് ഞാൻ. ഒരുപാട് പേരുണ്ട് പെറ്റൂണിയ ഒരുപാട് ഇഷ്ടമുള്ളത്. കാരണം ഇത് നമുക്ക് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഓവർ നനയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീത്തയായി. എന്റെ കുറെ അങ്ങനെ പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു വന്നിട്ട് ഇപ്പൊ റെഡിയായി. മണലൊക്കെ കൂടുതൽ വേണം. അതെ. നന്നായിട്ട് സംരക്ഷിച്ചില്ലേ പെട്ടെന്ന്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പൂവായ നല്ല ഭംഗി. പിന്നെ സെയിലിന് വെച്ചാൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. അതെ. എവിടെ നിന്നാലും ആൾക്കാർ വരും. അതെ, സത്യം. അത്രയും ഡിമാൻഡുള്ള. അതെ, കാരണം എപ്പോഴും പെട്ടെന്ന് പോകുന്നുണ്ട്. അതെ. പെട്ടെന്ന് ആള് പിന്നെയും മേടിക്കും. നമുക്ക് പോയാലും ഇഷ്ടം കൊണ്ട് വീണ്ടും വാങ്ങിച്ചുകൊണ്ട് നിറയെ പോവാകുമ്പോ ഹാങ്ങിങ് ഒക്കെ ആകുമ്പോഴത്തേനും സൂപ്പറാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ നുള്ളി വിടണം, അതിന്റെ മണ്ട വരുന്നതനുസരിച്ച്. എന്നാലേ ബ്രാഞ്ചസ് കൂടുതൽ വന്നിട്ട് പെറ്റൂണിയക്ക് ഞാൻ പ്രത്യേകിച്ച് വളം ഒന്നും ഇടുന്നില്ല. ചാണകപ്പൊടി എല്ലുപൊടിയും മാത്രം. കാരണം ഈ NPK ഇടുമ്പോഴത്തേനും അളിയുന്നുണ്ട്.